നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് കോടതിയിലാണ്. നിർണായകമായ ഒരു കേസ് ഇവിടെ വാദിക്കുന്നുണ്ട്. തിരുവനന്തപുരം കൗൺസിലർ BJP കൗൺസിലർ R. സുഗതനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുക എന്ന ആവശ്യവുമായി വട്ടിയൂർക്കാവ് അന്വേഷണ സംഘം രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായകമായ കേസാണ് ഇന്ന് ഇവിടെ വാദിക്കുന്നത്. രാവിലെ തന്നെ കോടതിയിലേക്ക് സുഗതനെ കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിലായിരുന്നു സുഗതൻ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് സുഗതനെ മാറ്റിയിരുന്നു. ശേഷമാണ് ഇന്ന് രാവിലെ നെടുമങ്ങാട് കോടതിയിലേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ച് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം 2 ദിവസത്തെ കസ്റ്റഡിയിൽ സുഗതനെ വിട്ടുകിട്ടണമെന്നൊരു ആവശ്യമാണ്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന കേസാണ്. അവരാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശക്തമായ ഒരു വാദപ്രതിവാദമാണ് കോടതിയിൽ ഇന്ന് അരങ്ങേറുന്നത്. പ്രത്യേകിച്ച് ഇന്ന് സുഗതൻ വട്ടിയൂർക്കാവ് SI അഭിജിത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും സുഗതനെ തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോൾ ഇവിടുത്തെ പോലീസിന് കൈമാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ പരിശോധന നടത്താതെയാണ് കോടതിയിലേക്ക് സുഗതനെ എത്തിച്ചത്. പിന്നാലെ കോടതി മെഡിക്കൽ പരിശോധനയ്ക്ക് നിർദ്ദേശിക്കുകയും സുഗതനുമായി മെഡിക്കൽ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം പോവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു വിയ്യൂർ പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടതിന് പകരം വട്ടിയൂർക്കാവ് SI അഭിജിത്തും ഈ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് സുഗതനെ കൊണ്ടുപോകാനുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്തിനിടയിൽ ഈ SIയുടെ ഭാഗത്ത് നിന്ന് തനിക്ക് നേരെ മാനസികമായിട്ടുള്ള ഭീഷണി, അതായത് മാനസികമായ പീഡനമെന്ന് വിശേഷിപ്പിക്കാൻ തരത്തിലൊരു ഭീഷണി ഉണ്ടായി. അതായത് ഈ കേസ് അന്വേഷിക്കുന്ന ഞങ്ങളാണ്, അല്ലെങ്കിൽ നിന്റെ ഭാര്യയും മക്കളുമൊക്കെ പരാതി നൽകി, പക്ഷെ അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടില്ല. മാത്രമല്ല ഒരു ദിവസം നിന്നെ കസ്റ്റഡിയിൽ കിടത്തുക അല്ലെങ്കിൽ ജയിലിൽ കിടത്തുക എന്നത് ഞങ്ങൾക്ക് കഴിയും എന്ന് തെളിഞ്ഞില്ലേ എന്നതടക്കമുള്ള ഒരു ഭീഷണി സ്വരം പോലീസിന്റെ SIയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു ആരോപണം കോടതിക്ക് മുന്നാകെ സുഗതൻ ബോധിപ്പിച്ചിരിക്കുകയാണ്. കോടതിക്ക് മുന്നാകെ സുഗതൻ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. SIയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ തനിക്ക് നേരെ ഒരു ഭീഷണി ഉണ്ടായി, പ്രത്യേകിച്ച് നിന്റെ ഭാര്യ മക്കളും പരാതി കൊടുത്തു, ഒന്നും നടക്കില്ല, ഞങ്ങൾ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്, മാത്രമല്ല ഒരു ദിവസം നിന്നെ ജയിലിൽ കിടത്താൻ കഴിയണം, ജയിലിൽ കിടത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഈ രീതിയിലാണ് SI തന്നെ പ്രതികരിച്ചത് എന്നാണ് സുഗതൻ ഇപ്പോൾ കോടതിക്ക് മുന്നാകെ ബോധിപ്പിച്ചത്. മാത്രമല്ല സുഗതന്റെ വക്കീല് അദ്ദേഹം വാശിയേറിയൊരു പോരാട്ടം തന്നെയാണ് നടത്തിയത്. രഞ്ജു ഭാസ്കർ ആയിരുന്നു സുഗതന് വേണ്ടി കേസ് വാദിച്ചത്. അതായത് നടക്കുന്നതൊരു വേട്ടയാടലാണ്, സുഗതനെതിരെ ഒരു വേട്ടയാടൽ നടക്കുന്നു ആവർത്തിച്ച് വക്കീൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. മാത്രമല്ല കേസ് ഇത്തരത്തിൽ വട്ടിയൂർക്കാവ് SIക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല, കേസ് അദ്ദേഹത്തിൽ നിന്ന് മാറ്റി വട്ടിയൂർക്കാവ് ക്രൈം CIയിലേക്ക് കേസ് മാറാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അത്തരത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. എന്തായാലും താൻ ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി പോകാൻ നേരത്ത് താൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് SI ഈ വണ്ടിയിൽ കയറുകയും SIയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തി തിരിച്ചു വന്നത്. ഈ സമയത്താണ് തന്നെ മാനസികമായിട്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പ്രതികരിച്ചത്, SI ഒരു പ്രതികരണം നടത്തിയതെന്ന ആരോപണമാണ് സുഗതൻ ഇന്ന് കോടതിക്ക് മുൻപാകെ ബോധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ SI അത്തരത്തിലൊരു ഭീഷണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോലീസ് അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു കേസിനെ ബാധിക്കുക, കോടതിയുടെ ഭാഗത്ത് എന്ത് തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നൊരു ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ശാരീരികമായിട്ട് സുഗതനെ പോലീസ് ഉപദ്രവിച്ചോ എന്ന ചോദ്യത്തിന് കോടതി ആരാഞ്ഞ ചോദ്യത്തിന് അത്തരത്തിൽ ശാരീരികമായ ഉപദ്രവമൊന്നും തനിക്ക് നേരെ ഉണ്ടായിട്ടില്ല, മറിച്ച് ഇത്തരത്തിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ SIയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നായിരുന്നു സുഗതന്റെ മറുപടി ഉണ്ടായത്. എന്തായാലും പിന്നാലെ ഈ ഒരു ആരോപണം, ഗുരുതര ആരോപണം പോലീസിന് നേരെ സുഗതൻ ഉയർത്തിയ സാഹചര്യത്തിൽ കോടതി ചോദിച്ചു, ആരാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്, ആരാണെന്ന ചോദ്യം കോടതി ഉന്നയിക്കുകയുണ്ടായി. ആരൊക്കെയാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് പോയതെന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ഉദ്യോഗസ്ഥർ കോടതിക്ക് മുന്നാകെ വന്ന് അവരുടെ പൊസിഷനും അത് മാത്രമല്ല അവരുടെ പേരും പറയുകയുണ്ടായി. വിവരങ്ങൾ കൊണ്ടുപോയവരുടെ വിവരം പോലീസ് ശേഖരിക്കുകയുണ്ടായി. മാത്രമല്ല ഒരു വേട്ടയാടൽ നടക്കുന്നു, സുഗതനെ വേട്ടയാടുകയാണ് എന്നൊരു ആരോപണം സുഗതന്റെ വക്കീലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയുണ്ടായി. മാത്രമല്ല
ഈ നേരത്തെ നമുക്കറിയാവുന്നത് പോലെ തന്നെ കപ്പ കേസിൽ പ്രതിയാണ്. അതുപോലെ തന്നെ ഹാജരാകാൻ നിർദ്ദേശം കോടതി നൽകിയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ സമയം കോടതി നിർദ്ദേശിച്ച സമയം എന്തുകൊണ്ട് ഹാജരായില്ല എന്ന ചോദ്യത്തിന് തനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു ആ സമയത്ത്, അതുകൊണ്ടാണ് താൻ കോടതിയിൽ ഹാജരാകാതിരുന്നത്. അറിയാവുന്നത് പോലെ തന്നെ എല്ലാവർക്കും അറിയാം, ചിക്കൻ ബോക്സ് പകരുന്ന ഒരു രോഗമാണ്. അത്തരത്തിൽ താൻ പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർക്കും രോഗം പകരുമെന്നുള്ളത് കൊണ്ട് താൻ ഹാജരാകാതിരുന്നത് എന്ന വാദം വീണ്ടും സുഗതൻ ഈ കോടതിയിൽ ആവർത്തിക്കുകയുണ്ടായി. ആ ഒരൊറ്റ കാരണത്താലാണ് കോടതി നിർദ്ദേശിച്ചിട്ടും ഹാജരാകാതിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു അവസ്ഥയിൽ പോലും, ഈ ചിക്കൻ ബോക്സ് വന്നിരിക്കുന്ന അവസ്ഥയിൽ പോലും തന്നെ വളഞ്ഞിട്ട് പിടികൂടി എന്നൊരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മേയർ അടക്കമുള്ളവർ ആരോപിച്ച ഒരു ആരോപണമാണ്, എന്തിനാണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇത്തരത്തിലൊരു സുഗതനെ അറസ്റ്റ് ചെയ്തത്? ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? മാത്രമല്ല വെടിയുതിർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള ചോദ്യം മേയറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. എന്തായാലും ആ ഒരു ആരോപണം പ്രതിഭാഗത്തിൽ നിന്നും വീണ്ടും ഉണ്ടാകുകയുണ്ടായി. എന്തായാലും ഒരു ദിവസം തന്നെ ജയിലിൽ കിടത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതെന്തായാലും നടന്നു എന്നൊരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. ഗുരുതര ആരോപണം പോലീസിനെതിരെ സുഗതൻ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. മറ്റ് വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളൊക്കെ കസ്റ്റഡി അപേക്ഷ നൽകി വിട്ടുകൊടുത്തു പോകുന്നതാണ് ആവശ്യം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. ഒരു ദിവസമല്ല, 4 മണിക്കൂർ കസ്റ്റഡിയെ കൊടുത്തിട്ടുള്ളൂ. 1:30 മണി മുതൽ 5:30 മണി വരെ. ചിലപ്പോൾ അതിനു മുമ്പ് അവർ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. SIക്കെതിരെ ആരോപണം, ഹരാസ്മെന്റ് ഉണ്ടായിരുന്നു. SI ഈ കസ്റ്റഡി വാങ്ങിക്കുന്നതിന്, കോടതി കസ്റ്റഡിയിൽ ആ SIക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ SI മെഡിക്കൽ പരിശോധനയ്ക്ക് പോയ വാഹനത്തിൽ SI ഇടിച്ചു കയറി. വിയൂരിൽ നിന്ന് വന്ന് SI ഇറക്കിയിട്ട് ഇദ്ദേഹം കയറിയിട്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. ആ കംപ്ലൈൻറ്റ് സുഗതൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ഇത് റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിൽ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ഹരാസ്മെൻറ്റ് ഈ കോടതി കൊടുക്കുന്നതിന് മുമ്പ് പോലും വീണ്ടും ഹരാസ് ചെയ്ത ആ ഓഫീസറുടെ കയ്യിൽ ഇയാൾ കസ്റ്റഡിയിൽ സുരക്ഷിതനല്ല എന്ന് കോടതിക്ക് തന്നെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റി അന്വേഷണത്തിനായിട്ടും കസ്റ്റഡി കൊണ്ടുപോകാനായിട്ടും വെച്ചിട്ടുണ്ട്. അല്ല, ഇതിലിപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞു. ആ ബെയിൽ ആപ്ലിക്കേഷൻ കഴിയുന്നതും ഇന്ന് കേൾക്കും, അല്ലെങ്കിൽ നാളത്തേക്കായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കേട്ടില്ല. ഹരാസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇതുപോലെ കിടത്താൻ പറ്റും. അതിൽ കറക്റ്റ് പറഞ്ഞൊരു ഇത്, നീ വാള മീനിനെ പിടിക്കണം കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കുറേ നേരം അത് വിട്ട് ചൂണ്ട വിട്ട് കൊടുക്കും. അവസാനം ഒരു പിടിപിടിക്കും. അതിൽ പിന്നെ ഇറങ്ങൂല, നീ ജയിലിടിഞ്ഞാലും ഇറങ്ങൂല എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് സുഗതൻ കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ BP പെട്ടെന്ന് ഷൂട്ടപ്പായി ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അതാണ് കൊണ്ടുവരാൻ പോലും താമസം.